ഇനി കോഴിക്കോട് നിന്നുള്ളൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ പാറ തുറക്കൽ വെള്ളിയാഴ്ച ആരംഭിക്കും. പാറ പൊട്ടിക്കലിന്റെ ആദ്യ സ്ഫോടനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറിപ്പുഴയിൽ നിർവഹിക്കും. 2025 ഓഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് കൂടി ലഭിച്ചത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫൈനൽ ക്ലിയറൻസാണ് ലഭിച്ചതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചിരുന്നു. താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ബ്ലാസ്റ്റിംഗിന്റെ അപകട സാധ്യത മുൻനിർത്തി കനത്ത സുരക്ഷയിലാണ് ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നതെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നത് നിയന്ത്രിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കപ്പെടുന്ന മറിപ്പുഴ പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. മുത്തപ്പമ്പുഴ LP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ആളുകൾക്ക് ഇരുന്ന് കാര്യങ്ങൾ കാണാനുള്ള ഒരു വേദി മുത്തപ്പമ്പുഴ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിയന്ത്രിതമായ പരിപാടി ആയതുകൊണ്ട് കൃത്യമായ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി നടത്തേണ്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ഗൗരവത്തോടു കൂടി അതിന്റെ ഭാഗമായി അറ്റൻഡ് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. പാറ തുളയ്ക്കുന്നതിനുള്ള ഭീമൻ യന്ത്രം നേരത്തെ മേപ്പാടിയിലെത്തിയിരുന്നു. സാൻവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗർ എന്ന ഭീമൻ യന്ത്രമാണ് ഋഷികേശിൽ നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിച്ചത്. തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് യന്ത്രങ്ങളുടെ ദൗത്യം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്നും കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാകും. കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി സമീപപാത ഉൾപ്പെടെ 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാതയാണ് പദ്ധതി. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. മുറിപ്പുഴ മുത്തപ്പൻപുഴ ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ബന്ധിപ്പിക്കുന്നത്. തുരങ്കപാത ആരംഭിക്കുന്ന മുറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. തുരങ്കപാതയുടെ നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽകോൺ കമ്പനിക്കും മറിപ്പുഴയിൽ ഇരുവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 4 വരി ആർച്ച് സ്റ്റീൽ പാലത്തിന്റെ കരാർ പുനിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കുമാണ്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.